അസ്സലാമലൈക്കും മക്കളെ, ഞങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനിക്കും സുഖം തന്നെ. ഇന്ന് ഉച്ചക്കത്തെ ഒരു ഭക്ഷണമായിട്ടാണ് വന്ന് നല്ല ചിക്കൻ കറി നെയ്ച്ചോറിൻ്റെ റെസിപ്പി നമുക്ക് കാണാം. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ മക്കളെ? പിന്നെ എൻ്റെ വീഡിയോ കാണുന്നില്ലേ നിങ്ങൾ? ഇനി നമുക്ക് ചിക്കൻ കറിക്ക് തേങ്ങ വറുത്തിട്ട് അരച്ചിട്ടാണ് കറി വെക്കുന്നത്. നല്ല നാടൻ കറിയാണ്. അതിൻ്റെ റെസിപ്പി നമുക്ക് കാണാം. ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്, നല്ലോണം ചൂടാവട്ടെ. അങ്ങനെ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. തേങ്ങ നല്ല പൊരിയ വറവാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു തേങ്ങയാണ്. ഒരു തേങ്ങ നന്നായി ചെറുതായി ചതച്ചതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്തതാണ്, എന്നാൽ വേഗം വറുത്തിട്ടാവും. നന്നായി ഒന്നിത് ഇളക്കണം. അങ്ങനെ നന്നായി നമ്മളെ തേങ്ങ ഇതാ പൊരിഞ്ഞ് അതിലേക്ക് ഞാനിതാ അങ്ങനെ നമ്മളെ ഇതാ എരിവില്ല മുളക് ഒരു 6 മുളക് ഞാൻ ഈ വറുത്ത തേങ്ങയിലേക്കുണ്ട്. ഇതാ ഒരു 3 സ്പൂണ് കുരുമുളക്, ചെറിയ സ്പൂണിന് 3 സ്പൂണ് കുരുമുളക്. അത് നന്നായി ഒന്നിത് വറുക്കണം. അതിലേക്ക് ഞാൻ പെരുംജീരകം 1 സ്പൂൺ ഇടുന്നുണ്ട്. 1 സ്പൂണ് പെരുംജീരകം ഇടുന്നുണ്ട്. വറുത്തെടുക്കാം. നന്നായി ഇത് പൊരിഞ്ഞ് വന്ന് ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായി ഒന്ന് മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ വറുത്ത തേങ്ങ നന്നായി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. മുളകും കുരുമുളകും ജീരകവും എല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. മുതിയ അരിഞ്ഞോന്ന് നോക്കാം. നന്നായി ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇതാ മഷി പോലെ അരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ മുളകിൽ തീമക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നു. 1 കിലോ ചിക്കനാണ് ഞാൻ വാങ്ങിയത്. നന്നായി കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, 1 നീരുള്ളി. ഇത് നന്നായി ഒന്ന് വരക്കാം. നമുക്ക് അതിനാവശ്യമുള്ള പൊടികൾ ഇടണത്രേ. 3 സ്പൂൺ മുളക് പൊടി ഇതിലേക്കിട്ട് 3-4 മുളക് ഞാൻ തേങ്ങ വറുക്കുമ്പോൾ ഇട്ടിന്, കുരുമുളക് ഇട്ടിനല്ല, അപ്പോൾ എരിവ് നല്ലോണമാവും. അല്ലെങ്കിൽ 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടാം. നന്നായി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നന്നായി ഇത് കുഴച്ച് വെച്ച് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ചിക്കനിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. ഞാൻ ഉള്ളിയും തക്കാളിയും ഇഞ്ചി പച്ചമുളക് ഒന്നും വാട്ടാതെയാണ് എല്ലാം ഒന്നായിട്ട് പെരക്കിയിട്ട് വെച്ച്. വാട്ടുന്നവർക്ക് വാട്ടിയിട്ട് വെക്കാം. ഞാൻ അങ്ങനെ വാട്ടലില്ല. തേങ്ങ അരക്കുമ്പം വാട്ടൽ കുറവാണ്. അപ്പം അങ്ങനെ വെക്കുന്നവർക്ക് വാട്ടിയിട്ടും വെക്കാം. നന്നായി ഒന്ന് വേണം. നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇപ്പുറത്തേക്ക് വെക്കുന്നുണ്ട്. 2 ഒരേപോലെ ആവട്ട്, അതോടെ ചൂടാവട്ട്. 2 സ്പൂണ് ഞാൻ പശു നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഞാൻ. ചെറുതായി മുറിച്ച 1 നീരുള്ളി നേർങ്ങനെ മുറിച്ചതാണ് അത് ഇതിലേക്ക് ഇടുന്നത്. നന്നായി പൊരിയും. തിരക്കിൽ തന്നെ ഇല്ലത്. ചോറ് ഒരു ഭാഗത്ത്, കറി ഒരു ഭാഗത്ത്. ഇത് വെള്ളിയാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തിരക്ക് കുറച്ച്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ മക്കളെ? നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? എൻ്റെ വീഡിയോ കാണണം. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം.
അങ്ങനെ നമ്മൾ ഉള്ളി നന്നായി പൊരിഞ്ഞ് അതിലേക്ക് ഞാൻ ഒരു പാട്ട വെള്ളം ഒഴിക്കുന്നുണ്ട്. ഏലക്കായി എല്ലാം കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടയിൽ ഇല്ല. എന്താണെന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്ത് നെയ്ച്ചോറിൽ വറുത്തിടുന്നത് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് അത് ഒഴിവാക്കലാണ് ഞാൻ. അങ്ങനെ നെയ്ച്ചോറ് വെക്കുന്നതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റും കൂടി നന്നായി ചെറുതാക്കി മുറിച്ചത് ഞാൻ ഇടുന്നുണ്ട്. വെള്ളം നന്നായി തിളക്കട്ടെ. അങ്ങനെ നമ്മൾ അരി ഇടാൻ വേണ്ടിയിട്ട് ചോറിന് ഇതാ ഞാൻ വെള്ളം തിളക്കുന്നുണ്ട് നന്നായി. അതിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കിലോ തനിമരി കഴുകിയിട്ട് ഞാൻ വെച്ച് നന്നായി ഇളക്കിയിട്ടൊന്ന് ഉപ്പുണ്ടോക്കട്ടെ. ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇടാം. കുറച്ച് കുറവുണ്ട് ഉപ്പ്. കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട്. കുറച്ച് കുറവ് കണ്ടിന്. അതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ അതിൻ്റെ നീര് ഞാൻ നന്നായി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ചോറ് ഒറ്റി പിടിക്കൂലല്ലോ. ചെറുനാരങ്ങൻ്റെ നീരെല്ലാം അങ്ങനെ ഒഴിച്ച് നന്നായി ഇളക്കിയിട്ട് ഞാനിത് ഇതാ അടച്ച് വെക്കുന്നുണ്ട്. നന്നായി ഒന്ന് വേവട്ടെ. നമ്മൾ നെയ്ച്ചോറ് അങ്ങനെ റെഡിയായോ എന്ന് നമുക്ക് നോക്കാം. നല്ല റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ നന്നായി വെന്ത് നമുക്കിനി വറുത്തരച്ച തേങ്ങ കൂട്ടാം. നന്നായി ഒന്നിത് തിളക്കട്ടെ. അങ്ങനെ കറി നമ്മളിവിടെ റെഡിയായി. ഗരം മസാലപ്പൊടി ഒരു തരി ഞാൻ ഇടുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട്. നമ്മളെടുക്കുന്ന പൊടിപ്പിച്ച തന്നെ, പാക്കറ്റോ പൊടിയോ ഒന്നും ഞാൻ വാങ്ങില്ല. അതിലേക്ക് ഞാൻ കറിവേപ്പ് ഇടുന്നുണ്ട്. മല്ലിച്ചപ്പ് കുറച്ചും കൂടി മല്ലിയിലയിട്ട് നന്നായി ഒന്ന് ഇത് നമുക്ക് അടച്ചു വെക്കണം. അങ്ങനെ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡിയായി മക്കളെ. അങ്ങനെ നമ്മളെ നെയ്ച്ചോറ്, ചിക്കൻ കറി, കച്ചമ്പർ, അച്ചാർ ഇതെല്ലാം ഇവിടെ റെഡിയായി. എല്ലാം റെഡിയായി. ഞങ്ങൾ രണ്ടാൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണോ? വരുന്നവരെല്ലാം വന്നോട്ടാ. ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ചിക്കൻ കറിയും തേങ്ങ അരച്ച വറുത്തരച്ച കറിയും ചോറും. എങ്ങനെയുണ്ട്? സൂപ്പർ. വയ്ക്കട്ടെ. ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ രസം നോക്കുന്നത് കേട്ടാ. സൂപ്പർ. പിന്നെ എൻ്റെ വീഡിയോ കാണണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം. പുതിയ ആൾക്കാർ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.